നമ്മുടെ വീഡിയോ കാണുന്നവരിൽ പലരും തന്നെ തലനീരിറക്കത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണോ? എന്നാൽ എന്താണ് ഈ തലനീരിറക്കം എന്നുള്ള സംശയം പലരിലും തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത് വരാനുള്ള ചില കാരണങ്ങളും നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളും ഒക്കെ തന്നെയാണ്. പലപ്പോഴും നിങ്ങൾ തലവേദന, അസഹ്യമായിട്ടുള്ള തലവേദനയായിട്ടോ അല്ലെങ്കിൽ സൈനസൈറ്റിസിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കൊണ്ട് ശരിയാ ഇത് സൈനസൈറ്റിസ് ആണെന്നും പറഞ്ഞ് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഇത് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇത് തലനീരിറക്കം വന്നതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് മാസകലം ഈ ഒരു പ്രശ്നം വരാം. അത് തലയിൽ മാത്രമല്ല വരുന്നത്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കാനും ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു 4-5 ഔഷധ സസ്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു എണ്ണക്കൂട്ടും നിങ്ങൾക്ക് ഫാർമസിയിൽ, ആയുർവേദ ഫാർമസിയിൽ പോയി വാങ്ങിക്കാവുന്ന ഒരു എണ്ണക്കൂട്ടും, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഈ തലനീരിറക്കം വരുന്നതിന് ചില കാരണങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി സമയം ദീർഘദൂര യാത്രകൾ ബസ്സിൽ ചെയ്യുമ്പോഴോ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി വെച്ച് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ചെവിയിൽ കാറ്റടിക്കുമ്പോൾ അല്ലെങ്കിൽ AC-യുടെ മുന്നിൽ നേരിട്ട് കാറ്റടിക്കുന്ന സമയത്ത് നേരം തെറ്റി കുളിക്കുന്നവരാണെങ്കിൽ, നന്നായിട്ട് വെയിൽ ചൂടായതിനു ശേഷം കുളിക്കുന്ന ശീലമുണ്ട്, അല്ലെങ്കിൽ രാത്രി ഏറെ വൈകിട്ട് തല നനയ്ക്കുന്ന ശീലമുണ്ട്, തല നന്നായി വിയർത്തതിന് ശേഷവും ദേഹം തണുത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ടുള്ള കുളിയും അങ്ങനെയൊക്കെയുള്ള സമയത്തോ അല്ലെങ്കിൽ ക്ലൈമറ്റ് തന്നെ പെട്ടെന്ന് ചേഞ്ച് ആവുമ്പോഴോ ഇതൊക്കെ തന്നെ കാരണമാവാറുണ്ട്. ചിലർക്കാണെങ്കിലോ വെയിലത്തിറങ്ങി കഴിഞ്ഞാൽ ഈ തലനീരിറക്കം പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഇത് വന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതെന്നല്ലേ. ചെവിയുടെ പുറകിലായിട്ട് വേദനയോ, ചെവി അടപ്പ്, ചെവിയിലൊരു മൂളൽ, അസഹ്യമായിട്ടുള്ള ചെവി വേദന, തലവേദന, അതുപോലെ മൂക്കിൻ്റെ ഇരുവശത്തായിട്ടും നെറ്റിയിലുമൊക്കെ തന്നെ സൈനസൈറ്റിസ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വേദന വരിക, കഴുത്ത് പിടലി ഭാഗത്തൊക്കെ തന്നെ നീര് കെട്ടി നിൽക്കുന്നത് പോലെയോ വേദനയോ ഉളുക്കോ അല്ലെങ്കിൽ കഴുത്ത് തിരിക്കാൻ പറ്റാത്തത് പോലെയോ ആ വേദന ഒരു റേഡിയേറ്റിംഗ് പെയിന് പോലെ നമ്മുടെ മുതുകിലേക്ക്, അതായത് ബാക്കിലേക്കും കൈകളിലേക്കും ഒക്കെ തന്നെ ഇറങ്ങി വരുന്നു എന്നുള്ളത്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന തുമ്മൽ അല്ലെങ്കിൽ മോണനീര് വന്നിട്ട് മോണയിൽ വേദന, പല്ലിന് വേദന ഉണ്ടാവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്നും തണുത്തത് വല്ലതും എടുത്ത് കഴിച്ചാൽ അതൊരു കാരണമാവാം. ഇങ്ങനെ ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും വ്യത്യാസമാണ്. പലരും പല ടൈപ്പിലായിരിക്കും. ഈ ലക്ഷണങ്ങളെല്ലാം കൂടെ ഒരാൾക്ക് വരും എന്നല്ല കേട്ടോ. ഇതിലൊരു 4-5 ലക്ഷണങ്ങളിലും ഒരാൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം തലനീരിറക്കമാണ് എന്നുള്ളത്. അതുപോലെ ഇങ്ങനെയുള്ള വേദനയൊക്കെ കൈകളിലേക്ക് ഇറങ്ങി ചില സമയത്ത് നമ്മുടെ കാലിൻ്റെ മസിലിന് വരെ ഒരു ഉരുണ്ട് കയറ്റം പോലെയോ കടച്ചിൽ പോലെയോ ഒക്കെ തന്നെ തോന്നപ്പെടാം. അങ്ങനെ ശരീരം മുഴുവനായിട്ടും നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ഇതാണ് തലനീരിറക്കം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട്, ഇത് പറയുമ്പോൾ നിസാരമായിട്ട് തോന്നുമെങ്കിലും ഇത് അനുഭവിക്കുന്നവർക്കറിയാം വളരെയധികം അസഹ്യമായിട്ടുള്ള പെയിൻ ഉണ്ടായിരിക്കും. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാരണങ്ങളില്ലേ, അതൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. വെയിലത്ത് ഇറങ്ങിയിട്ടാണ് നിങ്ങൾക്ക് തലനീരിറക്കം വരുന്നെങ്കിൽ ഇറങ്ങാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണെങ്കിൽ കുട ചൂടുകയോ അല്ലെങ്കിൽ അങ്ങനെ വെയിലടിക്കാത്ത രീതിയിൽ ഒരു ഷോളിട്ട് പുതയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ഓരോ ശരീരപ്രകൃതിക്കും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും കാണിക്കുന്നത്. ഇത് തന്നെ ഈ ഒരു മരുന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. ആയുർവേദത്തിൽ നമ്മുടെ ദോഷങ്ങളുടെ ബേസിൽ ഇതിൽ ഓരോന്നിനും ഓരോ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. അത് ഒരാളുടെ ശരീരപ്രകൃതി നോക്കിയിട്ടും അവരുടെ കണ്ടീഷൻ എന്താണ്, സിംറ്റംസ് എന്താണ് എന്നതിനനുസരിച്ചിട്ടാണ് ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ നിർദ്ദേശിക്കാറുള്ളത്. തണുത്ത എണ്ണ, ഹെയർ പാക്ക്, ഷാമ്പു ഒക്കെ ഉപയോഗിച്ചാൽ തലനീരിറക്കം വരുന്ന ചിലരുണ്ട്. അപ്പം പലരുടെയും ഒരു കംപ്ലൈൻ്റ് ആണ് പല എണ്ണകളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന്. എന്നാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു എണ്ണക്കൂട്ട് പറയട്ടെ. നമ്മുടെ വീടിന് പറമ്പിലൊക്കെ തന്നെ ചുറ്റും കാണുന്ന കുറച്ച് ഔഷധ സസ്യങ്ങളാണ് ഇതിൽ ആവശ്യമായിട്ടുള്ളത്. പൂവളത്തിൻ ഇല, കുരുമുളകില, തൊട്ടാവാടി ഇല, തുളസി ഇല, പൂവാങ്കുരുന്നില, ഇത്രയും 5 ഔഷധ സസ്യങ്ങളുടെ ഇലകൾ സമമെടുത്ത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ഇടിച്ചെടുത്തിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലിട്ടിട്ട് കാച്ചിയെടുക്കാം. സാധാരണ നമ്മുടെ തലയിലേക്കുള്ള എണ്ണപ്പരുവമാവുന്ന സമയത്ത് ഒരു മണൽ പരുവമാവുമ്പോൾ എടുത്ത് മാറ്റിയിട്ട് അത് നെറുകയിലിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ തലയിലുണ്ടാവുന്ന താരം പ്രശ്നങ്ങളൊക്കെ മാറ്റാനും മുടി വളരാനും ഇത്തരം നീരിറക്കം പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു എണ്ണക്കൂട്ടാണ്. ഇനി ഇതൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്തവർക്കും ഫാർമസിയിൽ പോയി വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒന്നാണ് അസിന ഇലാതി വെളിച്ചെണ്ണ എന്നുള്ളത്. ഇതും തന്നെ നമുക്ക് ഇത്തരം നീരിറക്കം പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ
സഹായിക്കുന്ന ഒരു എണ്ണ കൂടിയാണ്. ഇതിൽ ഒരുപാടേറെ ആയുർവേദ ഔഷധങ്ങൾ, വേങ്ങാക്കാതൽ, വേങ്ങ തൊലി, അതുപോലെ ഇരട്ടി മധുരം, കൂവളത്തിനില, കുറുന്തോട്ടി, ഇഞ്ചി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഔഷധ സസ്യങ്ങൾ, ഒത്തിരിയേറെ ഔഷധ സസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണ്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ചില കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ സാധിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ തലനീരിറക്കം വിട്ടുമാറില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് സ്ട്രെസ് അമിതമായിട്ടുണ്ട്, കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ എന്നുണ്ടെങ്കിൽ ഇതും ഒരു പ്രശ്നമാണ്. മാനസിക ആരോഗ്യവും നമ്മുടെ ശാരീരിക ആരോഗ്യവും തമ്മിൽ വളരെ അടുത്ത ബന്ധം തന്നെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എപ്പോഴും ചെയ്യുന്ന വ്യായാമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ ഇന്ന് മുതൽ ഞാനൊരു വ്യായാമം തുടങ്ങുകയാണെന്നും പറഞ്ഞ് നല്ല രീതിയിലുള്ള വ്യായാമം മസിൽസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നീർക്കിട്ട് വന്നിട്ട് നല്ല വേദന ഉണ്ടായിരിക്കും മസിൽസിനൊക്കെ. എന്നാൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലോ നമുക്ക് അത്തരം പ്രശ്നങ്ങളൊന്നുണ്ട്. ഈ നീരിനെയൊക്കെ തന്നെ ഇല്ലാതാക്കാനാണ് സഹായിക്കുന്നത്. അപ്പോൾ ചെറിയ തോതിലായാലും ദിവസേന എക്സസൈസ് ചെയ്യുക. അതൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ബോഡിക്ക് ഒരു സ്ട്രെച്ച് കൊടുക്കാനോ ശരിയായ രീതിയിലുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുന്നത് വഴി നമ്മുടെ മസിൽസിനെയൊക്കെ തന്നെ നന്നായിട്ട് റിലാക്സ് ചെയ്യാനും ഇത്തരം നീർക്കെട്ടുകളൊക്കെ ഒഴിവാക്കാനും ഇത് സഹായിക്കും. ശ്വാസത്തെ പതിയെ എടുത്ത് കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് നമ്മൾ ശ്വാസം എടുത്ത സമയത്തിനേക്കാൾ ഇരട്ടി സമയം എടുത്തിട്ട് പതിയെ പതിയെ ശ്വാസം പുറത്തേക്ക് വിടുന്ന രീതിയിൽ ഇത് കുറച്ചധിക സമയം ഈ ഒരു റൗണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് കേട്ടോ ഇത്. ശരീരത്തിലും നീർക്കെട്ടിനെയൊക്കെ മാറ്റാൻ വളരെ നല്ലൊരു ടിപ്പാണ് ഇത്തരം ബ്രീത്തിങ് എക്സസൈസുകൾ. മസിലിന് ചുറ്റുമുള്ള ഫേഷ്യയ്ക്കും സംഭവിക്കുന്ന ഇൻഫ്ലമേഷനാണ് ഇത്തരം നീർക്കെട്ടിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം കുളിക്കുന്ന സമയത്തായാലും ഒരു ഇളം ചൂടുള്ള രീതിയിൽ വെള്ളം, നല്ല തണുത്ത വെള്ളത്തിൽ ഇത്തരക്കാരെ കുളിക്കാതിരിക്കുക, അത് തലയിൽ വെള്ളം ഒഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ അമിതമായിട്ട് ചൂടാക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. അതുപോലെ നമുക്ക് ശരീരത്തിൽ ഒഴിക്കുന്ന വെള്ളമായാലും ഒരു നേരിയ ചൂടോട് കൂടിയിട്ട് ചെയ്യാം. കഴിക്കുന്ന ആഹാരമായാലും കുടിക്കുന്ന വെള്ളമായാലും ചെറു ചൂടോടെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉഴുന്ന് പതിവായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഇത് കഫം കൂട്ടാനാണ് സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ കഫം കൂടുതലുള്ള കഫപ്രകൃതിക്കാർക്കാണ് ഇത്തരം നീർക്കെട്ടും ഒക്കെ പ്രശ്നങ്ങളും കൂടുതലായിട്ട് കാണാറുള്ളത്. ഇതുപോലെ കഫം കൂട്ടുന്ന ആഹാരങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. തണുത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചൂടാക്കി കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു നീർക്കെട്ടിനെ മാറ്റാൻ സഹായിക്കുന്നത്, കയ്യിൽ നിങ്ങൾക്ക് ദശമൂല കടുത്രയും കഷായ ചൂർണമൊക്കെ നമുക്ക് ഡിസ്പെൻസറികളിൽ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ കിട്ടുകയാണെങ്കിൽ അത് അല്പം ഒരു ടീസ്പൂൺ ഇട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ, ആ ഒരു കഷായം വറ്റിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇഞ്ചി വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഇത്തരം കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ള കുരുമുളകും ഇഞ്ചിയും തുളസി ഇലയും ആടലോടകവും ഇത്തരം കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് തിളപ്പിച്ചിട്ട് ഒരു ചുക്ക് കാപ്പി രീതിയിൽ ഉണ്ടാക്കി കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി ചുക്ക് ചേർത്തിട്ടോ അല്ലെങ്കിൽ ജീരകം ചേർത്തോ ഒക്കെ തന്നെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ മാറ്റാൻ നല്ലതാണ്. എപ്പോഴും നമ്മുടെ ദഹന പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇതൊക്കെ വേദനയും നീരും ഒക്കെ തന്നെ അധികമാവാറുണ്ട്. അപ്പോൾ ദഹനത്തെ ഈസിയാക്കുന്ന രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കാനും കൂടെ ശ്രദ്ധിക്കണം. പലപ്പോഴും നമുക്ക് ഇതുപോലെ ദഹന പ്രശ്നങ്ങൾ വരുമ്പോൾ ഹിംഗുവജാതി ചൂർണം പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഗന്ധർവഹസ്താദി കഷായം തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ശമന ഔഷധ പ്രയോഗങ്ങളുണ്ട്. ഇനി അത് നമുക്ക് വയറ് സംബന്ധമായിട്ടല്ല, തലയുടെ ഭാഗത്തേക്ക് ഒക്കെയാണുള്ള ബുദ്ധിമുട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അണുതൈലം കൊണ്ട് നസ്യം ചെയ്യുന്നതോ ഷഡ്ബിന്ദു തൈലം ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അഗസ്ത്യ രസായനം പോലുള്ളതോ മറ്റുള്ള വ്യോഷാദി വടകം പോലുള്ള ഇങ്ങനെ ഒരുപാടേറെ ഔഷധ പ്രയോഗങ്ങൾ തന്നെ ഇത് ഓരോ ഏരിയയിൽ നമുക്ക് വരുന്ന ഇത്തരം നീർവീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് പലവിധ ഔഷധ പ്രയോഗങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ചിലർക്ക് തലവേദനയുള്ളവർക്കാണെങ്കിൽ ബലാകുളിച്ചാതി തൈലം പോലുള്ളവയോ അല്ലെങ്കിൽ ഭൃംഗരാജ തൈലം വെളിച്ചെണ്ണ, നമ്മുടെ കയ്യോന്നി ഉണ്ടല്ലോ, അതിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് തലയിൽ അപ്ലൈ ചെയ്താൽ തന്നെ ഇത് പെട്ടെന്ന് മാറുന്നതായിട്ട് കാണാം. തലയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ശരീരം മുഴുവൻ എഫക്ട് ചെയ്യുന്നുണ്ട്. പല്ലിലും ഓണയിലും ഒക്കെ തന്നെ നീര് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ അരിമേതാതി തൈലം പോലുള്ള തൈലങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വായിൽ വെച്ചിട്ട് കപലം പോലുള്ള പ്രൊസീജിയറൊക്കെ ചെയ്യാം. മഞ്ഞളിൻ്റെ വേര് ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് അത് പുകച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുക തന്നെ മൂക്കിലേക്ക് വലിച്ചെടുക്കുന്നത്, അതൊരു ഡോക്ടറിൻ്റെ പ്രസൻസിൽ ചെയ്യുന്നതാണ് നല്ലത്. ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളിലൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഇത്തരം ധൂമപാനം ചെയ്യുന്നതൊക്കെ തന്നെ അത്തരം ലോക്കലൈസ്ഡ് ഭാഗങ്ങളിലുള്ള കഫത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ നല്ല ചില പ്രയോഗങ്ങളാണ്. അപ്പോൾ ഈ രീതിയിൽ ചില ആഹാര പദാർത്ഥങ്ങൾ, ശരീരത്തിന് തണുപ്പുള്ള ആഹാര പദാർത്ഥങ്ങളെ ഒഴിവാക്കിയും നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരം നീർക്കെട്ട് അല്ലെങ്കിൽ തലനീരിറക്കം വരാനുള്ള റീസൺ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഈ രോഗാവസ്ഥയെ ചെറുത്തു നിർത്താൻ വേണ്ടി പറ്റും. അതുപോലെ ചില ആഹാര ഔഷധ പ്രയോഗങ്ങളും കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ
അതുപോലെ ചെറിയ രീതിയിലുള്ള ഒരു എക്സസൈസും ബ്രീത്തിങ് എക്സസൈസ് ഇതൊക്കെ ഫോളോ ചെയ്താലും, അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് നമ്മുടെ മസിൽസിൻ്റെയും ഒക്കെ തന്നെ ആ ഒരു ഹൈഡ്രേഷനെ നിലനിർത്തുകൊണ്ട് മസിൽ നന്നായിട്ട് റിലാക്സ്ഡ് ആവാൻ സഹായിക്കും. മസിലിനുള്ളിൽ ഇത്തരം ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ സഹായിക്കും. ഇതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. കേൾക്കുമ്പോൾ നിസാരമായിട്ട് തോന്നുമെങ്കിലും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും നീരും വേദനയും ഒക്കെ മാറ്റാനും സഹായിക്കും. അപ്പോൾ ഒരുപാട് പേര് ഈ പ്രശ്നം കൊണ്ട് അനുഭവിക്കുന്നവരായിട്ടുണ്ടാവും. അവരുടെ അറിവിലേക്ക് വേണ്ടി കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.